എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. രണ്ടക്ക സംഖ്യ ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുന്ന ഒരു രണ്ടക്ക സംഖ്യ അല്ലെ, സംഖ്യ ഏതും തന്നിട്ടില്ല, രണ്ടക്ക സംഖ്യ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്ത് ചെയ്യാം, അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ് അക്കങ്ങളുടെ തുക. അപ്പൊ അക്കങ്ങൾ ഏതെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായിട്ട് എടുക്കാം, അക്കങ്ങളും എക്സും വൈ ആയിട്ട് എടുക്കാം. ഓക്കെ, ആദ്യത്തെ അക്കം നമ്മൾ എന്തായിട്ട് എടുത്തു, ആദ്യത്തെ അക്കം ആ സംഖ്യയുടെ ആദ്യത്തെ അക്കം എന്തായിട്ട് എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ അക്കം എന്ന് പറയുന്നത് സമം y അല്ലേ. ഇനി രണ്ടക്ക സംഖ്യ എന്നല്ലേ പറഞ്ഞത്, അപ്പൊ സംഖ്യ ഏതായിരിക്കും, സംഖ്യ സമം നമ്മൾ എങ്ങനെ എടുത്തു നോക്കി. നമുക്കറിയാം ഈ 12 എന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യ അല്ലേ. ഇത് ഏത് സ്ഥാന, ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് ഒറ്റയാണ്. ഇത് 10ന്റെ സ്ഥാനം അല്ലേ. ഇത് 10ന്റെ സ്ഥാനം, മറ്റത് ഒറ്റയുടെ സ്ഥാനം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 10 ഗുണിക്കണം എക്സ് പ്ലസ് വൈ. മനസ്സിലായില്ലേ? 10ന്റെ സ്ഥാനം ഇപ്പൊ ഇങ്ങനെയല്ലേ ഉണ്ടാവല്, എക്സ് വൈ അല്ലേ ഉണ്ടാവല്, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എന്നല്ലേ ഉണ്ടാവല്. എക്സ് വൈ എക്സ് പ്ലസ് വൈ ഇവിടെ തുകയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം, എക്സ് പ്ലസ് വൈ എന്ന് എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇത് ഒറ്റയുടെ സ്ഥാനമാണ്, ഇതോ 10ന്റെ സ്ഥാനം അല്ലേ. അപ്പൊ എന്തായിട്ട് എടുത്തു, ഓക്കെ, 10x പ്ലസ് വൈ. മനസ്സിലായില്ലേ? വൈ എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയാണ്, എക്സ് എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യയാണ്. നമുക്ക് നോക്കാം എന്താ കണ്ടീഷൻ, അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ് അല്ലേ. ഈ സംഖ്യ എന്ന് പറയുന്നത് അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അപ്പൊ 10x പ്ലസ് വൈ എന്ന് പറയുന്നത് ഈ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങ്. അപ്പൊ 6 ഗുണിക്കണം എക്സ് പ്ലസ് വൈ. മനസ്സിലായില്ലേ? ഇനി സോൾവ് ചെയ്യാം. എങ്ങനെ കിട്ടും നോക്കാം. 10x പ്ലസ് വൈ സമം 6 ഗുണിക്കണം എക്സ്, 6x പ്ലസ് 6 ഗുണിക്കണം വൈ, 6y. എന്ത് ചെയ്യാം, വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ 10x പ്ലസ് വൈ മൈനസ് 6x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 6x ആവും. അതുപോലെ തന്നെ 6y സമത്തിന് പുറം വരുമ്പോൾ മൈനസ് 6y ഈക്വൽ ടു ഇടുന്നത് മാത്രമേ ഉള്ളൂ 0. മനസ്സിലായില്ലേ? ഇതും ഇങ്ങോട്ട് വന്നു, ഇതും ഇങ്ങോട്ട്, സമത്തിനപ്പുറം മാത്രമേ ഉള്ളൂ, 0 മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി നോക്കാം, 10x 6x കുറച്ചാൽ എത്ര, 4x അല്ലേ. y മൈനസ് 6y അല്ലേ, വലിയ സംഖ്യ മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം. അപ്പൊ 6y y പോയ എത്ര, 5y അല്ലേ, വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് 5y ഈക്വൽ ടു 0. ഇക്വേഷൻ 1 കിട്ടി. കിട്ടിയില്ലേ? ഇനി അടുത്ത് നോക്കാം, എന്താ അടുത്ത കണ്ടീഷൻ നോക്കിയേ. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ എന്ന അർത്ഥം നോക്കിയേ. ആദ്യത്തെ അക്കം ഇവിടെ എക്സ് അല്ലേ ആയിട്ട് എടുത്തത്, അപ്പൊ അക്കങ്ങൾ മാറ്റുക. ഈ ആദ്യത്തെ അക്കം വൈ ആയിട്ട് എടുക്കുക, രണ്ടാമത്തെ അക്കം എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ എന്ത് ചെയ്താം, അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ ആദ്യത്തെ അക്കം എന്തായിരിക്കും, ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് ആദ്യത്തെ അക്കം സമം വൈ എടുത്തു. രണ്ടാമത്തെ അക്കം എന്താ, രണ്ടാമത്തെ അക്കം സമം എക്സ് എടുത്തു അല്ലേ. അങ്ങനെ മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. അപ്പൊ രണ്ടക്ക സംഖ്യ ഏതായിരിക്കും, സംഖ്യ സമം എന്ത് കിട്ടും, 10y പ്ലസ് എക്സ് അല്ലേ. അക്കങ്ങൾ നമ്മൾ പരസ്പരം മാറ്റി, എക്സിലെടുത്ത് വൈ കൊടുത്തു, വൈയിലെടുത്ത് കൊടുത്തു എക്സ് കൊടുത്തു. അങ്ങനെ കിട്ടുന്ന സംഖ്യ എന്താ കണ്ടീഷൻ പറഞ്ഞത്, അങ്ങനെ കിട്ടുന്ന സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. അക്കങ്ങളുടെ തുക എന്താ, y പ്ലസ് എക്സ്. അപ്പൊ അതിന്റെ 4 മടങ്ങ്. അപ്പൊ എങ്ങനെ എഴുതാം, 4 ഗുണിക്കണം y പ്ലസ് എക്സ്. 4 മടങ്ങിനേക്കാൾ എത്ര കൂടുതലാ, 9 കൂടുതലാണ്. മനസ്സിലായില്ലേ? ഇനി സോൾവ് ചെയ്യാം. നോക്കിയേ, 10y പ്ലസ് എക്സ്
ഇതൊക്കെ 4 into y 4y അല്ലേ, പ്ലസ് 4 into x 4x പ്ലസ് ബാലൻസ് ഉള്ള 9. അതെന്ത് ചെയ്തു, എടുത്ത് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, വേരിയബിൾസ് ഇല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, വേരിയബിൾ ഇല്ലാത്ത സംഖ്യകളെല്ലാം ഇവിടെ തന്നെ നോക്കുക. അപ്പം കിട്ടും 10y പ്ലസ് എക്സ് മൈനസ് 4y അല്ലേ. 4y സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് ചെയ്യും, മൈനസ് ആയി മാറും. മൈനസ് 4y മൈനസ് 4x ഈസ് ഈക്വൽ ടു 9. മനസ്സിലായില്ലേ? എത്ര കിട്ടും, എക്സ് മൈനസ് 4x കുറച്ചാൽ എത്ര, മൈനസ് 3x അല്ലേ. നമുക്കറിയാം ഇവിടെ ഒരു എക്സ് ഉള്ളൂ, വലിയ സംഖ്യയാണ് മൈനസ്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ ഓർജിറ്റ് വലിയ സംഖ്യയുടെ ചിഹ്നം ഇട്ടെടുക്കണം. അപ്പോൾ മൈനസ് 3x പ്ലസ് എന്താ 6y അല്ലേ. 10y 4y പോയാൽ എത്ര, 6y ഈക്വൽ ടു എത്ര കിട്ടും, 9. ഇക്വേഷൻ 2 ആയിട്ട് എടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇക്വേഷൻ നമുക്ക് 1ഉം ഇക്വേഷൻ 2ഉം കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഏതെങ്കിലും ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഒരുപോലെ ആക്കിയിട്ട് എന്ത് ചെയ്യണം, അത് കട്ടാക്കി കളയണം. അല്ല എന്നാൽ അടുത്ത വേരിയബിൾ കിട്ടും. ഒന്നെങ്കിൽ എക്സിനെ കട്ടാക്കണം അല്ലെങ്കിൽ വൈനെ കട്ടണം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എക്സിനെ കട്ടാക്കാം. അപ്പോൾ ഇവിടെ 4x ആണ്, ഇവിടെ 3x ആണ്. അപ്പോൾ 4xഉം 3xഉം രണ്ടും ഒന്ന് സംഖ്യ ആയിരിക്കും 12 അല്ലേ. 4 ഗുണിക്കണം 3 12 ആണ്, 3 ഗുണിക്കണം 4 12 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുന്നു, രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിക്കുന്നു. നോക്കാം. ഇക്വേഷൻ 1 into 3 എത്ര കിട്ടും, 12x മൈനസ് 15y അല്ലേ. 3 ഗുണിക്കണം 5 15y ഈക്വൽ ടു 0. 3 ഗുണിക്കണം 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് ഇക്വേഷൻ എത്ര ആയിട്ട് എടുത്തു, 3. അതിനർത്ഥം എന്താ, ഇക്വേഷൻ 2നെ എത്ര കൊണ്ട് ഗുണിക്കുന്നത്, ഇക്വേഷൻ 2 into 4 4 കൊണ്ടല്ലേ ഗുണിക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടും മൈനസ് 12x പിന്നെ പ്ലസ് 24y ഈസ് ഈക്വൽ ടു 9 ഗുണിക്കണം 4 36. അത് ഇക്വേഷൻ 4 ആയിട്ട്. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാം, ഇക്വേഷൻ 4ൽ നിന്ന് ഇക്വേഷൻ 3 എന്ത് ചെയ്യുന്നുണ്ട്, മൈനസ് ചെയ്യുന്നുണ്ട്. നോക്കാം, ഇങ്ങനെ കിട്ടും മൈനസ് 12x പ്ലസ് 24y ഈസ് ഈക്വൽ ടു 36 മൈനസ് എത്രയാ 12x മൈനസ് 15y ഈസ് ഈക്വൽ ടു 0. നോക്കാം, മൈനസ് 12x മൈനസ് 12x അല്ലേ. മൈനസ് 12x എങ്ങനെ ഇടപെടണം, ഇങ്ങനെ എഴുതി കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ, മൈനസ് 12x അല്ലേ, മൈനസ് 12x മൈനസ് 12x മൈനസ് 12x. അപ്പൊ എത്രയായി മാറും, ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നോക്കിയേ, മൈനസും ചെയ്യുമ്പോൾ എന്താ കിട്ടല്, 24 അല്ലേ കിട്ടല്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷനിൽ കുറച്ച് എന്ത് കിട്ടൂല, ഒരു വേരിയബിൾ 0 ആവില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിത് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യാം, കൂട്ടാം അല്ലേ. നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. ഇനി കൂട്ടി നോക്കിയേ, മൈനസ് 12x പ്ലസ് 12x അല്ലേ. ഓക്കെ, ഇതൊരു പ്ലസ് 12 ആണ്, ഇതൊരു മൈനസ് 12 ആണ്. എന്ത് ചെയ്യും, 0 ആയി പോകും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ കുറക്കാൻ നോക്കി, പക്ഷെ നമ്മൾ കുറക്കുമ്പോൾ എന്താവുന്നില്ല, വേരിയബിൾ 0 ആവുന്നില്ല. ചില ഇക്വേഷന്റെ കേസിൽ ഇങ്ങനെ വരാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അപ്പോൾ കൂട്ടാൻ നോക്കും അല്ലെ, കൂട്ടുമ്പോൾ 0 ആവുന്നുണ്ടോ നോക്കും. അപ്പൊ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് 0 ആയി പോകുന്നുണ്ട്. നോക്കിയേ, ബാക്കി എന്താ നമുക്ക് 24y x അല്ല 24y പിന്നെന്താ പ്ലസ് മൈനസ് 15y അല്ലേ. 24y പ്ലസ് മൈനസ് 15y. 24yയും ഇവിടെ നോക്കിയുടെ പ്ലസും മൈനസും ചേർന്ന് എന്താവും, 24y മൈനസ് 15y ആവും. മനസ്സിലായില്ലേ? ഒരു പ്ലസും ഒരു മൈനസും ചേർന്ന് എന്താവും, സൈന് മൈനസ് ആയി മാറും. അപ്പൊ 24 15y കുറച്ചാൽ എത്രയാ, 9y. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കിട്ടി, 9y ഈസ് ഈക്വൽ ടു 36 പ്ലസ് 0 എന്താ 36 തന്നെ. അപ്പോൾ y ഈക്വൽ ടു 36/9 ഈസ് ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് എന്താ, രണ്ടാമത്തെ അക്കം കിട്ടിയല്ലേ.
രണ്ടാമത്തെ അക്കം കിട്ടി. എത്രയാണ് രണ്ടാമത്തെ അക്കം എന്നത് y എന്നത് ഈക്വൽ ടു 4. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കാം. എന്നാൽ അതിൽ നിന്ന് എന്ത് കിട്ടും, x കിട്ടും. നോക്കാം, നമുക്ക് ഇക്വേഷൻ 1 തന്നെ എടുക്കാം. എന്താ ഇക്വേഷൻ 1? ഈ y ഈക്വൽ ടു 4 എന്ന് ഇക്വേഷൻ 1 കൊടുക്കാം. എന്താ നമ്മുടെ ഇക്വേഷൻ 1 നോക്കിയേ. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 4x മൈനസ് 5y ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ 1. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ y ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ 1 എന്ത് കൊടുത്തു, y ഈക്വൽ ടു 4. നോക്കാം കിട്ടും, 4x മൈനസ് 5 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 0 അല്ലേ. y സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, 4 കൊടുത്തു. ഇനി 4x മൈനസ് 20 ഈക്വൽ ടു 0 ആണ്. ഈ മൈനസ് 20 സമത്തിനപ്പുറം എന്തായി മാറും, പ്ലസ് 20 ആയി മാറും. കണ്ടോ, 4x ഈക്വൽ ടു 20. ഇനി ഇന്ന് x കണ്ടുപിടിച്ചൂടെ, x ഈക്വൽ ടു 20/4. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, 4x എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 4 ഗുണിക്കണം x അല്ലെങ്കിൽ 4 ഇൻറ്റു 4 ഇൻറ്റു x. അത് സമത്തിനപ്പുറം എന്തായി മാറും, ഡിവൈഡഡ് ബൈ ആയി മാറും. അപ്പോൾ x ഈക്വൽ ടു എത്ര കിട്ടും, 5. അപ്പോൾ ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് x ഈക്വൽ ടു 5. മനസ്സിലായില്ലേ. രണ്ടാമത്തെ അക്കം നമുക്ക് കിട്ടിയ എന്താ, രണ്ടാമത്തെ അക്കം എന്ന് പറയുന്നത് y ഈക്വൽ ടു എത്രയാണ്, 4. അപ്പൊ സംഖ്യ ഏതായിരിക്കും, സംഖ്യ സമം ആ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും, 54. മനസ്സിലായില്ലേ. രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 54. മനസ്സിലായില്ലേ. സിമ്പിളാണ്, ഒന്ന് നന്നായി ചെയ്തു നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. u മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി. നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം u പ്ലസ് ½ at² ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു, ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിന്റെ നിരക്ക് എന്താണ്? അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്, ക്വസ്റ്റ്യൻ വലുതാണ്, പക്ഷെ ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിയേ. u മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ, തുടക്കത്തിലെ വേഗം തന്നിട്ടില്ല, u ആണ് റെപ്രസെന്റ് ചെയ്തത്. അതുപോലെ തന്നെ അതിന്റെ നിരക്ക് എങ്ങനെയാണ്, a മീറ്റർ പെർ സെക്കൻഡില്ല, തന്നിട്ടില്ല അല്ലേ. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തു പറയുന്നത് t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം u പ്ലസ് ½ at² ആണ് അല്ലേ. t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ut പ്ലസ് ½ at², u പ്ലസ് അല്ല, ut പ്ലസ് ½ at² ആണ്. അപ്പോൾ ഒരു വസ്തു എന്ന് പറയുന്നത് 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്തായിരുന്നു, ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിന്റെ നിരക്ക് എന്തായിരുന്നു? അപ്പൊ എന്തൊക്കെയാ കണ്ടുപിടിക്കുന്നത്, തുടക്കത്തിലെ വേഗം u ആണ്, പിന്നെയോ വേഗം കൂടുന്നതിന്റെ നിരക്ക് എന്ന് പറയുന്നത് a മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പൊ ഇത് രണ്ടാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എത്ര നോക്കിയേ. t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്, t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ut പ്ലസ് ½ at². ഇത് ഫിസിക്സിലത്തെ ഒരു ഇക്വേഷൻ ആണ് അല്ലേ, വേഗത്തിന്റെ ഒരു ഇക്വേഷൻ ആണെന്നത് ut പ്ലസ് ½ at². ഇവിടെ u എന്നാ, u എന്ന് പറഞ്ഞാല് ഇനിഷ്യൽ സ്പീഡ് അല്ലേ, u പറഞ്ഞ ഇനിഷ്യൽ സ്പീഡാണ്. എന്താ ആക്സലറേഷൻ, മലയാളത്തിൽ ത്വരണം എന്ന് പറയും. ഇനി നോക്കാം നമുക്ക് എന്താ കണ്ടീഷൻ വന്നത്, ഒരു വസ്തു t സെക്കൻഡിൽ 10 മീറ്റർ, അപ്പൊ t എത്രയാണ്, 2. അപ്പൊ t ഈക്വൽ ടു എന്താ ആദ്യം കൊടുക്കാം, 2 അല്ലേ. എത്ര മീറ്റർ സഞ്ചരിക്കുന്നത്, 10 മീറ്റർ. അപ്പൊ നോക്കിയ ഇക്വേഷൻ എന്താ, u അല്ലേ. അപ്പൊ u ഇൻറ്റു t എത്ര 2 അല്ലേ, 2 പ്ലസ് 1/2 ഇൻറ്റു a അറിയില്ല, t എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ. മനസ്സിലായില്ലേ. t നമ്മൾ 2 ആയിട്ട് എടുത്തു, അത് ഇക്വേഷനിലേക്ക് തന്നെ അങ്ങനെ കൊടുത്തു, ഇക്വേഷനിൽ അങ്ങനെ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, u ഇൻറ്റു t എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1/2 ഇൻറ്റു a ഇൻറ്റു t എന്ന് പറഞ്ഞത് ഇവിടെ t സ്ക്വയർ ആണ്, അതൊന്ന് നമ്മൾ എടുത്തു 2 സ്ക്വയർ എടുത്തു. ഓക്കെ ചെയ്ത് നോക്കാം. എന്നിട്ടും ഈക്വൽ ടു എത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, 10 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2u
പ്ലസ് എങ്ങനെയാ 1/2 ഇൻറ്റു എ ഇൻറ്റു 4. ഈ 2ഉം ഈ 4ഉം കട്ടായി പോകില്ലേ? 4 എത്ര 2 ഉണ്ട്? 2 അല്ലേ? അത് ഇവിടെ ഇല്ല. എന്നിട്ട് 2u പ്ലസ് 2a ഈക്വൽ ടു 10 അല്ലേ? 2u പ്ലസ് 2a ഈക്വൽ ടു 10 എന്ന് കിട്ടി. നോക്കിയേ, ഇതിൽ 2ൽ എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? യുയിലും എയിലും 2u 2a ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 2 ഔട്ട് സൈഡ് എടുത്തൂടെ? അപ്പം കിട്ടും 2u ഇൻറ്റു യു പ്ലസ് എ ഈക്വൽ ടു കിട്ടും 10. ഇനിയോ യു പ്ലസ് എ ഈക്വൽ ടു 10/2 അല്ലേ? ഈ 2 ഇവിടേക്ക് പോയി സമത്തിന്റെ അപ്പുറം പോയി. അപ്പം എന്ത് വന്നു? ഡിവൈഡഡ് ബൈ 2 വന്നു അല്ലേ? എന്ത് കിട്ടും? ഇതും കൊണ്ട് മാറ്റി തന്നെയാണ്. ഓക്കെ, യു പ്ലസ് എ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പം 10/2 അല്ലേ? 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ? അപ്പോൾ യു പ്ലസ് എ ഈക്വൽ ടു 5. ഇക്വേഷൻ എന്തായിട്ട് എടുത്തു? 1 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് നോക്കാം അടുത്ത എത്രയാ? ടി ഈക്വൽ ടു 4 അല്ലേ? 4 സെക്കൻഡ് 28 മീറ്റർ. അപ്പോൾ ടി എത്രയായിട്ട് എടുക്കണം? ടി ഈക്വൽ ടു 4 ആയിട്ട് എടുത്തു. അത് ഈ ഇക്വേഷനിൽ കൂട്ടി. ഏത് ഇക്വേഷനില? ഈ ഇക്വേഷനിൽ കൂട്ടും. അപ്പം എന്ത് കിട്ടും നോക്കി? യു ഇൻറ്റു 4 പ്ലസ് പിന്നെയോ 1/2 ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ അല്ലേ? ടിയിലെടുത്തന്നെ നമ്മൾ എന്ത് കൊടുത്തു? 4 തന്നിട്ടുണ്ട്, 28 തന്നിട്ടുണ്ട്. ഇനി നോക്കാം 4u. 4 ഗുണിക്കണം യു എന്നുള്ള 4u പ്ലസ് 1/2 ഇൻറ്റു എ ഇൻറ്റു അല്ലേ? 1/2 ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ. 4 കൂടി 2 എണ്ണം എത്രയാ? 16 സമം 28 കിട്ടി. ഇനിയോ 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു അല്ലേ? നമുക്ക് ഹാഫ് ഇവിടെ എഴുതണ്ട, ഇവിടെ തന്നെ കട്ടാക്കാം. 2ഉം 16 അല്ലേ? 16 എത്ര 2 ഉണ്ട്? 8. 8 ഗുണിക്കണം 2 ആണ് 16. അപ്പം എന്ത് കിട്ടി? 4u പ്ലസ് 8 എ ഈക്വൽ ടു കിട്ടി 28. കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് 2 ഇതിലൊരു 4 ഉണ്ട്, ഇതിൽ 2 4 ഉണ്ട്. 2 4 കൂടിയാലല്ലേ 8. അപ്പോൾ ഒരു 4 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? യു പ്ലസ് 2a ഈക്വൽ ടു 28. അപ്പോൾ എന്ത് കിട്ടും? 4u പ്ലസ് 2a ഈക്വൽ ടു 28/4 കിട്ടി അല്ലേ? ഇനിയോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം യു പ്ലസ് 2a സമം 28/4 എന്ന് കിട്ടി. 28/4 എത്രയാണ്? 7 അല്ലേ? 7 4 28. അപ്പോൾ യു പ്ലസ് 2a ഈക്വൽ ടു 7 ഇക്വേഷൻ എത്രയാ? 2 കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഡയറക്റ്റ് കുറക്കാം. കാരണം എന്താ? ഇവിടെ ഒരു യു ആണ് അല്ലെ? ഇക്വേഷൻ 1ൽ ഒരു യു ആണ്. അതുപോലെ തന്നെ ഇക്വേഷൻ 2ൽ ഒരു യു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കുറക്കാം. അപ്പൊ ഏതാ വലിയ സംഖ്യ? ഇതല്ലേ? അപ്പൊ ഇക്വേഷൻ 2 കുറക്കണം ഇക്വേഷൻ 1 അല്ലേ? നോക്കിയേ, ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ എന്ത് ചെയ്യാം? 1 മൈനസ് ചെയ്യാം. നോക്കാം എന്താ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞത്? യു പ്ലസ് 2a ഈക്വൽ ടു 7. പിന്നെയോ ഇക്വേഷൻ 1 എന്നത് യു പ്ലസ് a ഈക്വൽ ടു 5. മൈനസ് ആക്കി കൂടെ എത്ര കിട്ടും? യുന്ന് യു പോയാൽ 0 പ്ലസ് 2a ഒരു a പോയാൽ എത്ര? a ആണ് അല്ലേ? ഈക്വൽ ടു എത്ര കിട്ടും? 7 5 പോയാൽ 2. അപ്പൊ a സമം എത്ര കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? a എന്താ? വേഗം കൂടുന്നതിന്റെ നിരക്കാണ് a. അപ്പൊ a സമം 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? എങ്ങനെ 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഏതെങ്കിലും ഇക്വേഷൻ കൊടുത്താൽ എന്ത് കിട്ടും? യു കിട്ടും. കൊടുത്തു നോക്കാം. ഇക്വേഷൻ 1 എടുത്തോ. എന്താ ഇക്വേഷൻ 1? യു പ്ലസ് എ ഈക്വൽ ടു 5 അല്ലേ? ഇതാണ് ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1ൽ ഞാൻ എന്ത് കൊടുത്തു? എന്ത് കിട്ടിയത്? എ അല്ലേ? എ ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോ, യു പ്ലസ് 2 ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനിയോ ഈ 2 എന്ത് ചെയ്യും? സമത്തിനപ്പുറം പോകും അല്ലേ? അപ്പൊ യു ഈക്വൽ ടു 5 മൈനസ് 2 ഈക്വൽ ടു 3. യു ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. ഇതെന്താ? തുടക്കത്തിലെ വേഗം അല്ലേ? തുടക്കത്തിലെ വേഗം.
തുടക്കത്തിലെ വേഗം എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? u = 3 m/s. അതുപോലെ തന്നെ നിരക്ക് എന്ന് പറയുന്നത് a = 2 m/s. മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. ഇക്വേഷൻ തന്ന ആ ടി ഇക്വേഷനിലേക്ക് കൊടുക്കുക അല്ലേ? ക്വസ്റ്റ്യനിൽ തന്ന ടി എന്ത് ചെയ്യുക? ഇക്വേഷനിൽ കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. ടി എത്രയാണോ തന്നത് ആ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്ത് സോൾവ് ചെയ്യുക. ഏതെങ്കിലും ഒരു വേരിയബിൾ ചെയ്യണം, അപ്പോൾ ഉത്തരത്തിലേക്ക് എത്തുക. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഈ ഇന്നത്തെ കണക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.